ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള യേശുവിൻ്റെ അധികാരം എന്ന വചനഭാഗമാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രാഭവ കേന്ദ്രവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രയേലിൻ്റെ അഭിമാനവുമായി ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് യേശു തൻ്റെ രക്ഷണീയ ദൗത്യം വെളിപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. അതിനാൽ ദേവാലയ ശുദ്ധീകരണത്തിലൂടെ യേശു തൻ്റെ ദൗത്യവും സാന്നിധ്യവും പ്രഖ്യാപിക്കുന്നു. യേശു അധികാരത്തോടെയാണ് ഈ പ്രവൃത്തികൾ നിർവഹിക്കുന്നത്. തൽഫലമായി യേശുവും പ്രധാന പുരോഹിതരും ജനപ്രമാണികളും നിയമജ്ഞരും തമ്മിൽ നടത്തുന്ന സംവാദമാണ് ഇന്നത്തെ വചനത്തിന് ആധാരം. പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യഹൂദരുടെ മതപരവും രാഷ്ട്രീയവുമായ അധികാരം വഹിച്ചിരുന്ന സൻഹദ്രീൻ സംഘത്തിലെ അംഗങ്ങളായിരുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തിയായിരുന്നു യഹൂദരുടെ രാഷ്ട്രീയ നേതാവെങ്കിലും മതപരമായ കാര്യങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും യഹൂദരുടെ സൻഹദ്രീൻ സംഘത്തിന് അധികാരമുണ്ടായിരുന്നു. പ്രധാന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ പുരോഹിതരും നിയമജ്ഞരുടെയും ജനപ്രമാണികളിലും തുടങ്ങിയ 70 പേരുടെ സംവിധാനമായിരുന്നു ഈ സൻഹദ്രീൻ. പ്രധാന പുരോഹിതരും ജനപ്രമാണികളും നിയമജ്ഞരും യേശുവുമായി നടത്തുന്ന സംവാദത്തിൽ ചോദ്യകർത്താക്കളുടെ പൊള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരുവാൻ യേശു ശ്രമിക്കുന്നു. യേശു അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചിരുന്നത്. യേശു ദൈവീക ശക്തിയുള്ളവനായി പ്രവർത്തിക്കുന്നു. രക്ഷകനെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം യേശുവിൽ നിറവേറുന്നു. ഇവയൊക്കെ വ്യക്തമായി അറിയാവുന്നവരാണ് യേശുവിനോട് ചോദിക്കുന്നത്, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഭൗമികമായ അധികാരം കൈയാളുന്നവരും അത് പങ്കുവയ്ക്കുന്നവരുമാണ് നേതാക്കൾ. അധികാരം നൽകാനും അത് പിൻവലിക്കുവാനും കഴിവുള്ളവരാണ് നേതാക്കൾ. അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ അവർ ചോദ്യം ചെയ്യും, അതിനുള്ള അധികാരമില്ലെന്ന് പറയും. എന്നാൽ യേശുവിൻ്റെ അധികാരം ഭൗമികമായ അധികാരമല്ല, ദൈവികമായ അധികാരമാണ്. ഇവിടെ അവരുടെ ചോദ്യത്തിന് യേശു ഉത്തരമൊന്നും പറയുന്നില്ല. പകരം അവരുടെ ചോദ്യത്തിൻ്റെ അന്തർധാര മനസ്സിലാക്കി മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? യോഹന്നാൻ ഒരു പ്രവാചകനായി ജനങ്ങൾ കരുതിയിരുന്നു. അതിനാൽ സ്നാപകൻ ദൈവത്തിൻ്റെ വക്താവാണെന്ന് അവർക്കറിയാം. എങ്കിലും മതനേതാക്കളും പ്രമാണിമാരും സ്നാപകനെ വിശ്വസിച്ചില്ല, സ്നാനവും സ്വീകരിച്ചില്ല. സ്നാപകൻ്റെ സ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ തള്ളിപ്പറയുന്നവരായി അവരെ ജനം കരുതും. അതിനാൽ ബുദ്ധിപൂർവം സ്നാപകൻ്റെ സ്നാനം എവിടെ നിന്നാണെന്നറിയില്ല എന്നുത്തരം നൽകി അവർ സുരക്ഷിതമായ കോട്ട കെട്ടുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ യോഹന്നാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നവർ വിശ്വസിക്കുകയും യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണെന്ന് സമ്മതിച്ചാൽ യേശുവിൻ്റെ അധികാരവും അവർ സമ്മതിക്കേണ്ടി വരും. കാരണം യോഹന്നാൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകിയിട്ടുണ്ട്. സ്നാപകൻ്റെ സാക്ഷ്യം വിശുദ്ധ മർക്കോസ് 1:8 ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, എന്നാൽ യേശു പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. സത്യത്തെക്കാൾ തങ്ങളുടെ സ്വന്തം നിലപാടുകൾ മുറുകെ പിടിക്കുവാനുള്ള ആഗ്രഹത്തെയാണ് യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാനുള്ള അവരുടെ വൈമുഖ്യത്തിൽ പ്രകടമായി കാണാൻ കഴിയുന്നത്. യോഹന്നാനെയോ യേശുവിനെയും ദൈവിക വക്താക്കളായി കാണുവാൻ അവർ ഒരുക്കമല്ലായിരുന്നു. യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ അധികാരം ദൈവത്തിൽ നിന്നായിരുന്നതുപോലെ തന്നെ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയ യേശുവിൻ്റെ അധികാരവും ദൈവത്തിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് തൻ്റെ മറുചോദ്യത്തിലൂടെ യേശു വ്യക്തമാക്കി. പിശാചികളെ പുറത്താക്കിയതിലൂടെയും രോഗികളെ സുഖപ്പെടുത്തിയതിലൂടെ, പാപം മോചിപ്പിച്ചതിലൂടെ, ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചതിലൂടെ, ദൈവികമായ പ്രഖ്യാപനങ്ങൾ നടത്തിയതിലൂടെ, നിയമഗ്രന്ഥത്തിന് പുനർവ്യാഖ്യാനം നൽകുന്നതിലൂടെയും യേശു വെളിപ്പെടുത്തിയത് തൻ്റെ ദൈവികമായ അധികാരം തന്നെയായിരുന്നു. യേശുവിൻ്റെ ദൈവിക അധികാരത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വചനഭാഗം ഒരു വാദപ്രതിവാദം എന്നതിനേക്കാൾ വിശ്വാസത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നു.
എന്തുകൊണ്ട് ചിലർ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് ചിലർ വിശ്വസിക്കുന്നില്ല? സാധാരണ ജനം യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ യുക്തിവാദികളായ നിയമജ്ഞരും ഫരിസേയ പ്രമാണികളും പുരോഹിതരും ഞങ്ങൾക്കറിയില്ല എന്ന് പ്രത്യുത്തരം നൽകി വിശ്വാസത്തിൻ്റെ വാതിൽ കൊട്ടിയടയ്ക്കുന്നു. അവർ യേശുവിനെ അംഗീകരിക്കുകയോ യേശുവിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. ഇത് വിശ്വാസമെന്ന വിശുദ്ധ രഹസ്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. ആർക്കാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്? അത് ആധ്യാത്മിക ദാഹമുള്ളവർക്കാണ്. തങ്ങൾ നീതിമാന്മാരാണെന്ന് സ്വയം പുകഴ്ത്തി ചിന്തിക്കുന്നവർക്ക് വിശ്വാസദാഹമുണ്ടാകാൻ ഇടയില്ല. ഇവിടെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള അന്തരം ദൃശ്യമാകുന്നു. അവിശ്വാസി ഒരുതരം അന്ധതയിൽ കഴിയുന്നു. എന്നാൽ വിശ്വാസി നിരന്തരമായ പരീക്ഷണത്തിലാണ്. നിരന്തരം തന്നെ നവീകരിച്ചു കൊണ്ടേയിരിക്കും. വിശ്വാസി യേശുവിൻ്റെ അധികാരം അംഗീകരിച്ച് അനുദിന ജീവിതത്തിൽ ദൈവസ്വരം കേൾക്കുവാൻ പരിശ്രമിക്കുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും യുക്തിവിചാരങ്ങൾക്കും ഉപരിയായി ദൈവേഷ്ടം അന്വേഷിക്കുന്നു. ജീവിതത്തിൽ സത്യത്തിനും നീതിക്കും വിശ്വാസത്തിനും സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള വാദഗതികൾ ശ്രമിച്ച് യേശുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാനും അവിടുത്തെ അധികാരത്തിന് വിധേയരായി ജീവിക്കുവാനും വേണ്ട കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.